ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പയർ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് തീർത്തേക്കാം. അതിന് ആവശ്യമായ സാധനം എന്താണെന്ന് വിചാരിച്ചാൽ 300 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കടുക്, 4 സ്പൂണ് വെളിച്ചെണ്ണ, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 3/4 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. അത്ര എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച സവോള, 2 സവോള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ച സവോള അതിനകത്തേക്ക് ഇടണം. സവോള അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം 2 പച്ചമുളക് 4ആയി കീറിയിട്ടത് അത് ഇടണം. പിന്നെ ആ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിന് കുറച്ച് ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് പതറി, അപ്പോൾ പെട്ടെന്ന് ഉള്ളി മൂക്കും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച് പറഞ്ഞാൽ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അത് പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ 3 വറ്റൽ മുളക് ചതച്ചെടുക്കണം. അത് ചെറിയ കല്ലിലിട്ട് ചതച്ചിട്ട് ഇതായി കാണുന്ന ഇതേപോലെയാണ് മെഴുക്ക് വരട്ടിക്ക് ഇടേണ്ടത്. അത് ചതച്ചത് 1 സ്പൂണോളം ഉണ്ട്. അത് അതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ വറ്റൽ മുളകിൻ്റെ ആ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അത് മെഴുക്ക് വരട്ടി അത്ര ടേസ്റ്റ് തോന്നില്ല, ആ ഒരു പച്ചച്ചൊവ വരും. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച പയർ എടുത്തിട്ട് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കണം. ഇത് നമ്മൾ പറമ്പത്തുനിന്ന് തന്നെ പറിച്ച പയറാണ്. വളമിടാതെ മരുന്നടിക്കാതെ നല്ല അടിപൊളി പയറാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളെ വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കുന്നത് അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആ പയർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെഴുക്ക് വരട്ടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മെഴുക്ക് വരട്ടി. അപ്പോൾ അത് നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് ചിള്ളി എടുക്കുക. ചിള്ളി എടുത്ത് അതിൻ്റെ അകത്ത് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി വെതറുക. 1/2 സ്പൂണ് 3/4 സ്പൂണിനടുത്ത് കുരുമുളക് പൊടി വെതറുക. നിങ്ങളെ ആവശ്യത്തിന് എരിവ് എത്രയാണോ വേണ്ടത് ആ എരിവിന് കണക്കായിട്ട് കുരുമുളക് പൊടി വെതറിയിട്ട് അത് ഒരു 3 മിനിറ്റും കൂടി അടച്ച് വെക്കണം. 3 മിനിറ്റും കൂടി അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായ മെഴുക്ക് വരട്ടി റെഡിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.